ഹലോ കൂട്ടുകാരെ, എൻ്റെ അദൃശ്യകരങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനലിന് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടും സ്നേഹവും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ഈ സപ്പോർട്ടും സ്നേഹവും തുടർന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ അനുഭവത്തിലേക്ക് കിടക്കാം. ഇത് ഏകദേശം 20-25 വർഷങ്ങൾക്ക് മുൻപുണ്ടായൊരു കഥയാണ്. കഥയെന്നല്ല, എനിക്ക് നേരിട്ടുണ്ടായൊരു അനുഭവമാണ്. ആ അനുഭവം നേരിട്ട ദിവസത്തെപ്പറ്റി ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊരു തോന്നലാണോ സത്യമാണോ എന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല, നമുക്ക് അനുഭവത്തിലേക്ക് കടക്കാം. ഇത് 2004 കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു അനുഭവമാണ്. ആ ഒരു സമയത്താണ് മമ്മൂട്ടിയുടെ അപരിചിതൻ എന്ന സിനിമ കേരളത്തിൽ റിലീസാകുന്നത്. ആ സിനിമയുടെ റിലീസിന് ശേഷം ഓജോ ബോർഡ് കേരളത്തിൽ തരംഗമായിരുന്നു. ഓജോ ബോർഡ് ഇന്നത്തെ കാലത്ത് വാങ്ങുന്നതിനെ പറ്റി ആർക്കും കൃത്യമായൊരു അറിവില്ലാത്തതിനാൽ അതിൻ്റെ മാതൃക കണ്ടെത്തി അത് വരച്ച് തിട്ടപ്പെടുത്തി ഉണ്ടാക്കുന്നതായിരുന്നു എല്ലാവരും ചെയ്തിരുന്നത്. ഇത് സത്യമാണോ അതോ വെറും കെട്ടുകഥയാണോ, എന്താണ് ഇതിന് പിന്നിലെന്ന് അറിയുന്നതിന് വേണ്ടി എല്ലാവരുടെ ഉള്ളിലും ഒരു ആകാംക്ഷ നിലനിൽക്കുന്ന സമയം. 2004 കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ എപ്പോഴും കറണ്ട് ഉണ്ടായിരുന്നൊരു സമയമല്ലായിരുന്നു. പവർ കട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ മുതൽ 2-3 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന പവർ കട്ടുള്ള സമയമായിരുന്നു. എൻ്റെ വീടിനെ സൈഡിലുണ്ടായിരുന്നൊരു പ്ലാവിൽ ഒരുപാട് ചക്ക ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. അതിലൊരു ചക്ക നന്നായി പഴുത്തിട്ടുണ്ടായിരുന്നു. അത് വെട്ടി തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കാൻ അമ്മ പറഞ്ഞിരുന്നു. ഏകദേശം ഇതുപോലെ തന്നെ KSEB പണി മുടക്കിയൊരു ദിവസമായിരുന്നു. അന്ന് രാത്രി തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചക്ക കൊടുക്കാൻ അമ്മ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു മെഴുകുതിരി വെട്ടത്തിൽ അപ്പുറത്തെ വീട്ടിലേക്ക് നടന്നു. ആ വീട്ടിലെത്തി ആ വീടിൻ്റെ വാതിലിൽ ഞാൻ പതിയെ തട്ടി. എന്തുകൊണ്ട് കോളിംഗ് ബെല്ലടിച്ചുകൂടാ എന്നാരും ചോദിക്കേണ്ട, കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അന്ന് കറണ്ട് ഇല്ലാത്തൊരു ദിവസമായിരുന്നു. വീട്ടുകാർ വാതിൽ തുറന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ആ വീട്ടിലെ സഹോദരങ്ങൾ 3 പേര് ചേർന്ന് ഒരു മെഴുകുതിരി വെട്ടത്തിൽ ഓജോ ബോർഡ് ഒരു ചാർട്ട് പേപ്പറിൽ വരച്ച് വെച്ച് അതിൽ ഒരു ചെറിയ മെഴുകുതിരിയുടെ അടുത്തൊരു ഗ്ലാസും വെച്ച് നിൽക്കുന്നുണ്ട്. ആ വീട്ടിലെ അവരുടെ പ്രായമായ അമ്മയും അച്ഛനും അവരുടെ അടുത്തുണ്ടായിരുന്നു. ഇവർ 5 പേരും ചേർന്ന് എന്നെ സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം ആ കൂട്ടത്തിലെ ഒരു ചേച്ചി അവർ ആ ബോർഡിനോടായി പറഞ്ഞു, പേടിക്കണ്ട, ഇത് അടുത്ത വീട്ടിലൊരു കുട്ടിയാണ്, നീ തുടർന്നോളൂ. അത് പറഞ്ഞതും ആ ഗ്ലാസ് പതിയെ നീങ്ങുന്നത് ഞാൻ കണ്ടു. എനിക്ക് ആ കാഴ്ച വളരെ അത്ഭുതപ്പെട്ടതായിരുന്നു. ശരിക്കും ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ അന്ന് കണ്ട അതേ ഫീല് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ ഗ്ലാസ് ആ ബോർഡിലെ അക്ഷരങ്ങളിലേക്ക് പോയി നമുക്ക് പറഞ്ഞു തരും. ഈ ഒരു കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തുന്നതിനാൽ കൂടുതൽ പേടിപ്പെടുത്തുന്നതായിരുന്നു. സാധാരണ ദൂരദർശനിൽ വരുന്ന സംഭവങ്ങൾ എന്ന ഒരു പരമ്പരയുണ്ടായിരുന്നു. ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അതിൽ സാധാരണയായി പറഞ്ഞു വരാറുള്ളത്. അതുവരെ ഞാൻ ഒളിക്കണ്ടിട്ടാണ് കണ്ടിരുന്നത്. ഇത്തരത്തിൽ പേടിയോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമീപിക്കുന്ന ഞാൻ ഇത്തരമൊരു കാഴ്ച കണ്ടാൽ എന്തായിരിക്കും എൻ്റെ ഉള്ളിലുണ്ടായിരിക്കുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഈ ഓജോ ബോർഡ് കളിച്ചിരുന്ന കൂട്ടത്തിലെ ഒരു ചേട്ടൻ ആ ഓജോ ബോർഡിനോടായി പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് മരണപ്പെട്ടത്, എവിടെയാണ് മരണപ്പെട്ടത്? ഇതിനെല്ലാം വളരെ കൃത്യമായി ആ ബോർഡ് അക്ഷരങ്ങളിലൂടെ മറുപടി പറഞ്ഞു. ഇത് ഒരു കള്ളത്തരമാണോ, അതോ മനസ്സിൻ്റെ ഒരു തോന്നലാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ കണ്ട ആ കാഴ്ച അത് സത്യം തന്നെയായിരുന്നു. അതിനെ എങ്ങനെ നിർവചിക്കണം എന്ന് എനിക്കിപ്പോഴും പറയാനാകില്ല. കുറച്ച് നാൾ മുൻപിറങ്ങിയ രോമാഞ്ചം എന്നൊരു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു അനുഭവമാണ്
എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ഇത്തരം ഓജോ ബോർഡിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. എത്രത്തോളം സത്യമാണ്, എത്രത്തോളം മിഥ്യയാണ് എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും എന്നോട് പറയാം. അപ്പോൾ അടുത്തൊരു അനുഭവമായി വരുന്നത് വരെ ദിസ് സൈനിങ് ഓഫ് അദൃശ്യകരങ്ങൾ.